ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് including their properties. ഓക്കെ, ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർമ്മ വരുന്നുണ്ടോ? മിസ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാക്ടേഴ്സ് പറഞ്ഞാൽ എന്താ മീൻസ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് കുറേ LCM HCF ഒക്കെ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എന്തായിരിക്കും ഫാക്ടേഴ്സ്? പറയട്ടെ, എഴുതിയിടാം കേട്ടോ, നോക്കിക്കോളൂ. ഇത് എഴുതിയെടുത്തോളൂ. ഇഫ് എ നമ്പർ is exactly divisible by the another number without leaving any remainder, then the second number is said to be a factor of first number. അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇൻ അതർ വേർഡ്സ്, an exact divisor of a number is called a factor of the number. ഇപ്പോൾ ഇങ്ങനെ LCM എടുക്കുമ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്താണ്? 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 വരിക. 2 6ൽ 2 3 തവണ ഉണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ 2 ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു. ഇനി 3നെ പുറത്തെടുത്തു. 3ൽ 3 ഒരു തവണയുണ്ട്. അപ്പോൾ ഫാക്ടേഴ്സൊക്കെ എന്താണ്? 2 × 3 × 1 എന്ന് പറഞ്ഞു. ശരിയല്ലേ? LCM എടുക്കുമ്പോൾ ഇങ്ങനെയല്ലേ പറഞ്ഞ്? അപ്പോൾ ഫാക്ടേഴ്സ് പറഞ്ഞാൽ എന്താണ്? 2 ഒരു ഫാക്ടർ, 3 ഒരു ഫാക്ടർ, 1 ഒരു ഫാക്ടർ. ഇതൊക്കെ ഫാക്ടേഴ്സാണ്. ഓക്കെ, സോ ഏതൊരു നമ്പറിനെ ഇനിയൊരു നമ്പർ വെച്ചിട്ട് ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നോ, സിസ്റ്റം ഒന്നും ഇല്ലാതെ റിമൈൻഡർ ഒന്നും ഇല്ലാതെ പറ്റുന്നോ, ആ നമ്പറിനെ നമ്മൾ പറയുന്നതാണ് ഫാക്ടർ എന്ന്. ഇപ്പോൾ 25നെ ഫുള്ളായിട്ട് 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. 5 5 25, ബാലൻസ് 0. സോ ഈ ഭാഗത്ത് റിമൈൻഡർ എപ്പോഴും 0 ആവണം. അപ്പോഴാണ് ഇതിനെ ഒരു ഫാക്ടർ എന്ന് നമ്മൾ വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? കുട്ടികൾ മനസ്സിലായി? അപ്പോൾ ഫാക്ടേഴ്സിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 കൊണ്ട് എല്ലാറ്റിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. സോ 1 ഇസ് ദി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. 1 ഇസ് ദ ഫാക്ടർ ഓഫ് എവ്രി നമ്പർ. 1 is the factor of every number. പിന്നെ every number is a factor itself. Factor of itself. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ, ഒരു നമ്പർ ഇപ്പോൾ 7 എന്ന് വെച്ചോളൂ, 7നെ വേറെ നമ്പർ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല.
7 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇറ്റ്സെൽഫ് പറഞ്ഞാൽ അതേപോലെ അതേ നമ്പർ. സോ എവ്രി നമ്പർ ഇറ്റ്സെൽഫ് ഇസ് എ ഫാക്ടർ ഓഫ് ഇറ്റ്സെൽഫ്. ഓരോരോ നമ്പറും അതേ നമ്പർ അതിൻ്റെ ഫാക്ടർ ആയിരിക്കും എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ or less than or equal to that number. Factors of a number or less than or equal to that number. എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ ഓർ ലെസ് ദെൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ 6 ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഫാക്ടേഴ്സൊക്കെ കണ്ട 6-നേക്കാളും താഴെയാണ് അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ 6 തന്നെ വന്ന് സെയിം നമ്പർ ഒരു ഫാക്ടറായിട്ട് വരാം, അല്ലെങ്കിൽ 6ൻ്റെ താഴെയായിരിക്കും ഫാക്ടേഴ്സ് എല്ലാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 35 എടുക്കണമെന്ന് വിചാരിക്കുക. 35നെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 35 ഒരു ഫാക്ടറാണ്. ഇല്ലെങ്കിൽ നമ്മൾ 35നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കൊണ്ട് ആദ്യം ചെയ്യും, 7 വരും. ഈ 7 വീണ്ടും എടുത്തു ചെയ്താൽ 1 വരും. സോ 1, 7, 5 ഇതൊക്കെ 35ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? 35-നേക്കാളും ചെറുതാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ ഓർ ലെസ് ദെൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് of that number or finite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അവസാനമുണ്ട്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദാറ്റ് നമ്പർ ഓർ ഫിനിറ്റ് എന്ന് വെച്ചാൽ അതിനൊരു അവസാനമുണ്ട് എന്ന് മീൻസ് ഇത് ഒന്നിൽ പോയിട്ടേ അവസാനിക്കുള്ളൂ. അങ്ങനെ കൊണ്ടുവരണം നമ്മൾ മൊത്തത്തിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 36 എന്ന് എടുക്കുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 18 വരുന്നു. വീണ്ടും 2 കൊണ്ട് 9 വരുന്നു. വീണ്ടും 3 കൊണ്ട് 3 വരുന്നു. 3 കൊണ്ട് 1 വരുന്നു. കഴിയുന്നില്ലേ? ഇതിനെയാണ് അവർ ഫിനിറ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് പറയുന്നത്. ഇതെപ്പോഴും കഴിയണം, കഴിയാതെ ഒന്നും പോവില്ല. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഫാക്ടേഴ്സിൻ്റെ എന്താണ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഇനിയൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇല്ലാതെ വരുന്ന നമ്പറിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് നമ്പർ ഇസ് സെറ്റ് ടു ബി എന്തെന്ന ഫാക്ടർ. അപ്പോൾ 6 എടുത്തു, 6ൽ 2, 3, 1 ഫാക്ടർ. 25 എടുത്തു, അതിൽ 5 ഫാക്ടർ അല്ലേ? 5 ആണ് ഫാക്ടർ. അതേപോലെ അടുത്തത് കുറച്ച് പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. 1 ഇസ് ദ ഫാക്ടർ ഓഫ് എവറി നമ്പർ. ഏതൊരു നമ്പർ ഉണ്ടെങ്കിലും 1 ഒരു ഫാക്ടർ ആയിരിക്കും. ഇത് 1 വേർഡിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, എവറി നമ്പർ ഇസ് എ ഫാക്ടർ ഓഫ് ഇറ്റ് സെൽഫ്. ഏതൊരു നമ്പർ എടുത്താലും അതിൻ്റെ ഫാക്ടറായിട്ട് ആ നമ്പറിനെ വരാൻ സാധ്യതയുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞ 7 പറഞ്ഞത്. 7 എന്ന് എടുത്തു കഴിഞ്ഞാൽ 7 ഒരു ഫാക്ടറാണ് അല്ലേ? അപ്പോൾ സെയിം നമ്പർ തന്നെ ഒരു ഫാക്ടർ ആവാൻ സാധ്യതയുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ ഓർ ലെസ് ദെൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ. നമുക്ക് ഫാക്ടേഴ്സ് വരുമ്പോൾ ഒന്നെങ്കിൽ അതേ നമ്പർ വരാം, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള നമ്പേഴ്സാണ് നമുക്ക് വരിക. അതാണ് ഈ 35 എടുത്ത് ഞാൻ കാണിച്ചു തന്നത്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദാറ്റ് നമ്പർ ഓർ ഫിനിറ്റ് പറഞ്ഞാൽ അതിനൊരു അവസാനമുണ്ട്, അതിനെ തീരാതെ പോവില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. എക്സാമ്പിൾ നമ്പർ 1, ഫൈൻഡ് number of factors of 250. 250ൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ്? ഇപ്പോൾ വെറും ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ 5, ഈ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ 5, 7, 1 ഫാക്ടേഴ്സാണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1, ഇത് 2, ഇത് 3 ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ,
അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 1 2 3 4 5 5 ഫാക്ടേഴ്സ്. ഇതിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 1 2. ഇതിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ് 6 ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3. ഇങ്ങനെയാണ് പറയേണ്ടത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. സോ ഒന്ന് ചെയ്ത് നോക്കൂ. 250 ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കൂ. ഇത് ആൻസർ പറയൂ. കുട്ടികളെ ക്ലാസ്സിലുണ്ടോ? അല്ല ഉറങ്ങിപ്പോയോ? റെസ്പോണ്ട് ചെയ്യൂ. ആ പറയൂ. 2 ആ പിന്നെ ഒരു 2 വരുന്നുണ്ടോ? 3 ആണോ? ടു ഇൻറ്റു 2 പിന്നെ 2 പിന്നെ എത്ര കിട്ടി? 3 ഒക്കെ വന്നോ? ശരി, 3 വന്നു. പിന്നെ 1 3 2s are 2 2s are 4 4 2s are 8 8 2s are 16 16 3s are 48 മാത്രമല്ലേ ആയിട്ടുള്ളൂ. എവിടെയോ തെറ്റ് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു. ഇതിപ്പോൾ ശരിക്കും അങ്ങനെയല്ല. 250 ഞാൻ എടുത്തു. ഇപ്പോൾ 2 കൊണ്ട് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. 2 കൊണ്ട് ചെയ്തു എങ്കിൽ നമുക്ക് വരുന്നത് 25-ൽ 2 വരുമ്പോൾ 2-ൽ 1 5-ൽ 5-ൽ 2 തവണ 125 വരും. പിന്നെ 5 കൊണ്ട് ചെയ്യും 6 6 2 പിന്നെ 5 പിന്നെ 5 കൊണ്ട് ചെയ്യും 5 വരും. പിന്നെ 5 കൊണ്ട് ചെയ്യും 1 വരും. ഇപ്പോൾ ഞാൻ ഒരു രീതിയിൽ ചെയ്തപ്പോൾ എനിക്ക് വന്ന ആൻസർ 2 5 5 5 ഇൻറ്റു 1 ഇങ്ങനെ കിട്ടി. പക്ഷെ എനിക്ക് ഇങ്ങനെയും ചെയ്യാം. 250-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് വന്നിട്ട് 50 കിട്ടി. വീണ്ടും 5 കൊണ്ട് ചെയ്തു 10 കിട്ടി അല്ലേ? പിന്നെ 10 കൊണ്ട് ചെയ്യാം 1 കിട്ടും. ഇങ്ങനെ വരാം. അതേപോലെ വേറെയുണ്ട്. 250-നെ അപ്പം തന്നെ എനിക്ക് 50 കൊണ്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 5 തവണയാണ്. വീണ്ടും 5-ന് എടുത്താൽ 1. ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അല്ലേ? പല ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു മെത്തേഡ് മാറ്റി പിടിക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഏതൊക്കെ ടേബിളിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എഴുതി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഫാക്ടേഴ്സിൻ്റെ പ്രശ്നം വരില്ല. ഓക്കെ, എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ 1-ൻ്റെ ടേബിളിൽ വരും 250. ഇങ്ങനെ എഴുതിക്കോളൂ, ഇങ്ങനെ മനസ്സിലാക്കിക്കോളൂ. എങ്ങനെയാ വെച്ചാൽ 250 പറഞ്ഞത് ഏതിൻ്റെയൊക്കെ ടേബിളിൽ വരും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ 250 പറഞ്ഞത് 1-ൻ്റെ ടേബിളിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെയോ 2-ൻ്റെ ടേബിളിൽ വരാൻ സാധ്യതയുണ്ട്.
2 കൊണ്ട് 250 ഡിവൈഡ് ചെയ്താൽ 125. ശിഷ്ടം ഒന്നും ഉണ്ടാവില്ല, 0 റിമൈൻഡർ ആയിരിക്കും. 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്ത് കാരണം? 2 + 5 + 0 7 വരുന്നത്. തീർച്ചയായിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 4 കൊണ്ട് പറ്റുമോ? 4 കൊണ്ടും പറ്റില്ല. ലാസ്റ്റ് 2 ഡിജിറ്റ് 50. 50 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 4 കൊണ്ട് ഈ 250 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് 5 കൊണ്ട്. 5 കൊണ്ട് പറ്റും. 250 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എത്രയാണ്? 50. ഇനി 5 കഴിഞ്ഞാൽ 6 കൊണ്ട് പറ്റില്ല, 7 കൊണ്ട് പറ്റില്ല, 8, 9, 10 കൊണ്ട് പറ്റും. അപ്പോൾ 10 എന്ന് വെച്ച് ഡിവൈഡ് ചെയ്താൽ 25 കിട്ടും. പിന്നെ നമ്മൾ 25 കൊണ്ടാണ് ചെയ്യാൻ പറ്റുക. പിന്നെ 50, പിന്നെ 125, പിന്നെ 250. ഈ നമ്പറൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുക. സോ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് 250. ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് 250. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ നമ്പേഴ്സ് വരും നമുക്ക്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് ഐഡിയ കിട്ടില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യുക. ഫാക്ടേഴ്സ് ജസ്റ്റ് 250 പറഞ്ഞ നമ്പർ ഏതൊക്കെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരാൻ പാടില്ല? ശിഷ്ടം വരാൻ പാടില്ല. അങ്ങനെ ഏതൊക്കെ നമ്പർ ഉണ്ട് നോക്കുക. 250 വരെ നോക്കുക. നമുക്കറിയാം 1 എല്ലാ നമ്പറിനും ഫാക്ടറാണ് എന്നും, പിന്നെ അതേ നമ്പർ 250 എന്ന് പറയുന്നത് ആ നമ്പറിൻ്റെ ഫാക്ടറാണോ എന്നും അറിയാം. സോ 1ഉം 250യും എഴുതി വെച്ചോളൂ. ബാക്കിയുള്ള നമ്പർ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിന് എളുപ്പ വഴി, ഇതിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എളുപ്പ വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം 250 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് വരുന്നത് 125. അതേപോലെ 250 125 ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ആൻസർ 2 അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഫാക്ടേഴ്സ് ആയിരിക്കും. സോ 2 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ 125 എഴുതാം. അടുത്തത് 5 എഴുതുമ്പോൾ 250 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 വരിക. വരിക. സോ 5 ഒരു ഫാക്ടറും 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കൂ. അതേ സെയിം ഇവിടെ 5 വരും. അപ്പോൾ 50 ഒരു ഫാക്ടറിന് എഴുതിയെടുക്കുക. ഇനി 10ൻ്റെ കാര്യം. 250 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 25 തവണയാണ് 250 വരുന്നത്. അതേപോലെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 10 തവണയായിരിക്കും. അപ്പോൾ 25 ഒരു ഫാക്ടർ, 10 ഒരു ഫാക്ടർ. കംപ്ലീറ്റ് ആയില്ലേ? പിന്നെ എന്താണ് വേണ്ടത്? 1 എല്ലാ നമ്പറിൻ്റെയും ഫാക്ടറാണ്. അതേപോലെ ഇറ്റ്സെൽഫ് പറഞ്ഞാൽ അതേ നമ്പർ ഒരു ഫാക്ടറാണ്. ഇപ്പോൾ എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇത്ര തന്നെ ഉള്ളൂ സംഭവം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം കേട്ടോ. The total number of the factors of 81 is what? ജസ്റ്റ് അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്ത് വരണമെന്ന് പറയൂ. എന്നിട്ട് അല്ല, ഇന്നത്തെ ഹോംവർക്ക് ചെയ്താ 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞില്ലേ? ചെയ്തോ? കുട്ടികളെ ബി സീരിയസ്. എന്താ വെച്ചാൽ 10 ക്വസ്റ്റ്യന് നിങ്ങൾ നോട്ട്സ് നോക്കി എഴുതുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് എഴുതാൻ പറയുന്നത്. ഓക്കെ, വർക്കൗട്ട് ചെയ്തിട്ട് പ്ലീസ്. എൻ്റെ ഹമ്പിൾ റിക്വസ്റ്റാണ്. അത്രയും ടഫുള്ള ടോപ്പിക്കാണ് ആ എടുത്തു പോയ ടോപ്പിക്കൊക്കെ. ഫ്രാക്ഷനും LCM HCF ഒക്കെ വളരെ ടഫുള്ള ടോപ്പിക്കാണ്. അത് കാരണമാണ് പറയുന്നത്. ചെയ്യണം കേട്ടോ. ഇന്നലെ ചെയ്യാത്തവർ ഇന്ന് ചെയ്തിട്ട് അയക്കൂ. ഇന്ന് വേറെയും 10 തരും. അപ്പോൾ ഹെക്ടിക് ആവും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാവും. അന്നന്ന് ദിവസം അന്നന്ന് ചെയ്ത് അയക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കാണ് പണി കിട്ടുക. ഇതൊന്ന് ചെയ്തു നോക്കൂ. എത്ര വരണമെന്ന് പറയൂ. 81 എന്ന് പറയണത് ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരും എന്ന്
ചിന്തിച്ച് ആൻസർ ചെയ്യും. ദയ മനസ്സിലാവുന്നുണ്ടാ? ശരി, ഞാൻ ഒരു നമ്പർ പറയാം, ചെറിയ കുഞ്ഞു നമ്പർ പറയാം. 4ൻ്റെ ഇതേ ക്വസ്റ്റ്യൻ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് നമ്പർ 4 എന്ന് നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടല്ലേ, ഇപ്പോൾ നോക്കൂ, 1 2s are 2, 2 2s are 4. ഇതിന് ടേബിൾ അറിഞ്ഞിരിക്കണം. ടേബിളിൽ നോക്കൂ, ദാ ഇവിടെയും ഇവിടെയൊക്കെ പ്രോഡക്റ്റ് വരുന്നില്ലേ, ഇതിൽ 4 വരുന്നില്ലേ? അപ്പോൾ 2ൻ്റെ ടേബിളിൽ തീർച്ചയായിട്ടും 4 വരും. സോ 1ൻ്റെ ടേബിളിൽ എന്തായാലും 4 വരും. 1 4s are 4, 4 വരുന്നില്ലേ? 1ൻ്റെ ടേബിളിലും വരും. അതേപോലെ 4 1s are 4 വരുന്നില്ലേ? അപ്പോൾ 1ൻ്റെ ടേബിളിൽ വരും, 4ൻ്റെ ടേബിളിൽ വരും. നമ്മൾ ആദ്യം എഴുതേണ്ടത് 1, പിന്നെ അവസാനം എഴുതേണ്ടത് അതേ നമ്പർ വരും എന്ന് പറഞ്ഞില്ലേ, 4. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? 1ൻ്റെയും 4ൻ്റെയും ഇടയ്ക്കുള്ള നമ്പർ നോക്കിയാൽ മതി. 1ൻ്റെയും 4ൻ്റെയും ഇടയ്ക്കുള്ള നമ്പർ. അപ്പോൾ 2ൻ്റെ ടേബിളിൽ വരുമോ എന്ന് നോക്കുമ്പോൾ 2ൻ്റെ ടേബിളിൽ പ്രോഡക്റ്റായിട്ട് 4 വരുന്നുണ്ട്. അപ്പോൾ 2 ഒരു ഫാക്ടറാണ്. ഇനി 3ൻ്റെ ടേബിളിൽ വരുമോ? 1 3s are 3, 1 3s are 3, 2 3s are 6 ആണ് വരിക. 4 വരുമോ? ഇല്ല. 4 വരുമോ? ഇവിടെ വേണമെങ്കിൽ 4 വരും. ഈ സൈഡ് ഇവിടെ വേണമെങ്കിൽ വരും. പക്ഷെ പ്രോഡക്റ്റിൻ്റെ ഈ ഭാഗത്ത് വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല. സോ കഴിഞ്ഞു. 1 2 4 ആണ് ഈ പറയുന്ന 4ൻ്റെ ടോട്ടൽ ഫാക്ടേഴ്സ്. ടോട്ടൽ ഫാക്ടേഴ്സ് അപ്പോൾ എത്ര വരും? 1 2 3, 3 ടോട്ടൽ ഫാക്ടേഴ്സ് ആണ് ഉള്ളത് 4-ന്. അങ്ങനെ അതേപോലെ 81-ന് കണ്ടെത്തണം നമ്മൾ. സോ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 1 എഴുതി കൊടുക്കുക. 1 എല്ലാറ്റിൻ്റെയും ഫാക്ടറാണെന്നറിയാം. പിന്നെ ഇവിടെ തന്നിരിക്കുന്ന 81ഉം എഴുതി കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 1ൻ്റെയും 81ൻ്റെയും ഇടയ്ക്കുള്ള നമ്പർ വെച്ചിട്ട് മാനേജ് ചെയ്ത് പോവുക കേട്ടോ. സോ 1 കഴിഞ്ഞാൽ അടുത്ത ഡിജിറ്റ് നമ്മൾ നോക്കേണ്ടത് 2 ആണ്. തീർച്ചയായിട്ടും 81 പറയുന്നത് ഈവൻ നമ്പർ അല്ല, ഇതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ 2ൻ്റെ ടേബിളിൽ വരാൻ സാധ്യത ഇല്ല. ഇനി 3ൻ്റെ ടേബിളിൽ വരുമോ? എങ്ങനെയാണ് നോക്കേണ്ടത്? 3ൻ്റെ ടേബിൾ അവന്തിക പറയൂ. 3 കൊണ്ട് ഈ നമ്പർ ഡിവൈഡ് ആവുമോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നോക്കുക? 81 എന്ന് പറഞ്ഞ നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ആവുമോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നോക്കേണ്ടത്? കിഷാൻ പറയൂ. ഒരു നമ്പർ തന്നിട്ട് അത് 3 കൊണ്ട് ഡിവൈഡ് ആവുമോ ഇല്ലയോ എന്ന് എങ്ങനെ നോക്കുക? കുറച്ച് മുന്നിലും കൂടി പറഞ്ഞു തന്നു. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക. അത് നോക്കാം. ഓക്കെ, അതല്ലാതെ ഒരു ഈസി മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഡിവിസിബിലിറ്റി ഓഫ് 3 എന്താണ് എന്നുള്ളത്. ഡിവിസിബിലിറ്റി ഓഫ് 3 എന്താ? ശരി, 2 എന്താ? ഡിവിസിബിലിറ്റി ഓഫ് 2 എന്താ? ഒരു നമ്പർ തന്നിട്ട് അത് 2 കൊണ്ട് ഡിവൈഡ് ആവുമോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? നോ നോ നോ, അടി കിട്ടും 3 പേർക്കും. എത്ര തവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്? ഒരു നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും ആ നമ്പറിൻ്റെ ലാസ്റ്റ് നമ്പർ എന്തൊക്കെ ആവണം? ഇതിൻ്റെ ആൻസർ ഇനി ഞാൻ പറയില്ല. ഇനി നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ 3 പേരും, അവന്തിക നാളത്തെ ക്ലാസ്സിൽ ഉണ്ടാവില്ല, പക്ഷേ അവന്തിക എനിക്ക് വോയിസ് മെസ്സേജ് അയക്കണം. 2ൻ്റെ ഡിവിസിബിലിറ്റി റൂളും 3ൻ്റെ ഡിവിസിബിലിറ്റി റൂളും 4ൻ്റെയും 5ൻ്റെയും 6ൻ്റെയും 7ൻ്റെയും 8ൻ്റെയും 9ൻ്റെയും 10ൻ്റെ വരെ അയക്കണം. വോയിസ് മെസ്സേജ് അയക്കണം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത് എന്നുള്ളത് വോയിസ് മെസ്സേജ് അയക്കണം. 2ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താ? നോട്ടെടുത്ത് നോക്കൂ. എന്താണ് 2ൻ്റെ ഡിവിസിബിലിറ്റി റൂള്? നോട്ട് തിരിച്ച് നോക്കൂ, ബാക്കിലോട്ട് നോക്കൂ, ഉണ്ടാവും. കുറേ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. 2ൻ്റെ 3ൻ്റെ. ഇനിയിപ്പോൾ അത് പറയാതെ ഞാൻ ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ തിരയൂ, എന്നിട്ട് ഞാൻ പറയുള്ളൂ. ഡിവിസിബിലിറ്റി റൂൾ ഓഫ് കിഷാന് 4-5 ക്ലാസ് അതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ട്.
divisibility rule of 2 പിന്നെ 3 പിന്നെ 4 5 6 7 8 9 10 ഇതുവരെ പറയണം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ദായിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. നോട്ടെടുത്ത് നോക്കൂ. 5 മിനിറ്റ് സമയം തരാം. ആരൊക്കെ പറയണോ അവർക്ക് മാത്രമേ ഈ ക്ലാസ്സിലിരിക്കാം, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളാം. 5 മിനിറ്റിനുള്ളിൽ നോട്ടെടുത്ത് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 എന്താ, 3 എന്താ, 4 എന്താ, 10 വരെ ഉള്ളത് പറയണം. വേഗം വേഗം നോട്ടെടുക്കൂ, തിരയൂ. ബാക്കിലോട്ട് തിരഞ്ഞാൽ കിട്ടും. ഫൈവിൻ്റെ ലാസ്റ്റ് നമ്പർ 0 5 വരാം. സൂപ്പർ, കഴിഞ്ഞു. ബാക്കിയുള്ള നമ്പേഴ്സിനെ പറയൂ. അവന്തിക, ദയ, നോട്ട് ഒന്ന് തിരിച്ചു നോക്കൂ. ദായയുടെ ഫസ്റ്റ് ക്ലാസ്സിലുണ്ടാവും, അവന്തികയുടെയും ഫസ്റ്റ് ക്ലാസ്സിലുണ്ടാവും, കിഷാൻ്റെയും ഫസ്റ്റ് ക്ലാസ്സിലുണ്ടാവും. മാത്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് തന്നെ എടുത്ത്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത് വേഗം മറിച്ച് നോക്കണ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. വേഗം നോക്കൂ. അവന്തിക തിരയുന്നുണ്ടോ? അവന്തിക ക്ലാസ്സിലുണ്ടോ? അവന്തികയ്ക്ക് മറന്നുപോയില്ലേ? വിഷമമുണ്ട് കേട്ടോ മിസ്സിന്. ടൂവിൻ്റെ ഡിവിസിബിലിറ്റി റൂള് കുറേ തവണ പറഞ്ഞതുണ്ട്. ഒരു നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് നമ്പർ ഇതൊക്കെ ആവണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. 3ൻ്റെ ഓരോരോ ഇപ്പോൾ ഈ പറഞ്ഞ LCM HCFൽ തന്നെ ഒരു 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും 3ൻ്റെ ഡിവിസിബിലിറ്റി റൂള്. രണ്ടിൻ്റെയും 3ൻ്റെയും കിട്ടിയാൽ മാത്രമാണ് 6ൻ്റെ ഓക്കെ ആവും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. 7ന് ഒരു സ്പെഷ്യലാണ്, 8ന് 4നും ഒക്കെ സെയിം ഒരു മാതിരി മെത്തേഡാണ്. 9നും 3നും കണക്ഷൻ ഉണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞു.
പറയൂ. 5 10 5ന് 10 5ൻ്റെ 10ൻ്റെ എന്താണ് പറയൂ. 5ൻ്റെ കിഷാൻ പറഞ്ഞു. 10ൻ്റെ 5 വരുമോ? ഏത് 5 വരും? 10ൻ്റെ 5ഉം 1ഒന്നുമില്ല. ഒന്നുകൂടി നോക്കൂ, തിരയൂ. അഞ്ച് മിനിറ്റ് കൂടി സമയം തരാം. ഒരു നമ്പർ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ നമ്പറിൽ എന്തൊക്കെ വേണം? അത് പൂർണ്ണമായിട്ട് നമുക്കൊരു നമ്പറിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ നമ്പറിന് എന്തൊക്കെ വേണം? ലാസ്റ്റ് നമ്പർ എങ്ങനെ ഉണ്ടാവണം? കിഷാൻ ചിന്തിക്കൂ. കിഷാൻ 4-5 തവണ പറഞ്ഞതുണ്ട് കിഷാൻ്റെ ക്ലാസ്സിൽ. ടൂവിൻ്റെ 3ൻ്റെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. 10 വരെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് നമ്പറൊക്കെ തന്നിരുന്നു. എന്നിട്ട് ടിക്കിട്ട് വരൂ, ടിക്കിടൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ടിക്കിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തവർക്ക് ഓർമ്മയുണ്ടാവും, ചെയ്യാത്തവർക്ക് ഓർമ്മ കിട്ടില്ല. 20 ആണെങ്കിൽ ഇവിടെ ടിക്കറ്റ് ഉണ്ടാവും, ഇവിടെ ഇല്ല, ഇവിടെ ഇട്ടുണ്ടാവും, ഇവിടെ ഇട്ടുണ്ടാവും, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇട്ടുണ്ടാവും. അപ്പം അതെങ്ങനെ ഇട്ട്, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇട്ട്? ഓർമ്മയുണ്ടാ നോക്കൂ. എല്ലാത്തിൻ്റെ ലാസ്റ്റ് നമ്പർ നമ്പർ 8 അങ്ങനത്തെ എല്ലാം അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ വന്നിട്ടുണ്ടാവും. നോ, ഏതിൻ്റെയാണ് ചോദിച്ചത്? ഏതിൻ്റെയാണ് പറഞ്ഞത് നീ? 8ൻ്റെ എന്തായിരുന്നു? മനസ്സിലായില്ല. 8 4 നോ അങ്ങനെയൊന്നും അല്ല. ദയ, നീ തിരയുന്നുണ്ടോ? ദയ നോട്ടിൽ തിരയുന്നുണ്ടോ? ഉണ്ട്. തിരഞ്ഞു നോക്ക്, ഞാൻ എടുത്തിട്ടുണ്ട്. പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷൻ്റെയും അവിടെയല്ലേ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 മുതൽ 10 വരെ അറിയണം. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നതെന്നുള്ളത് നിങ്ങൾ എനിക്ക് തിരിച്ച് പറയണം. ഏത് നമ്പറിൻ്റെ? 2 മുതൽ 2ൻ്റെ അറിയണം, 3ൻ്റെ 4ൻ്റെ 5ൻ്റെ 6ൻ്റെ ഈ 10 വരെയുള്ളത് അറിയണം. സോ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 എന്താണ്, ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 3 എന്താണ്, ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ടേബിളൊക്കെ എഴുതിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കിഷാൻ വാട്സപ്പിൻ്റെ ചാറ്റ് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സെർച്ചിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് കുറേ PDF ഞാൻ അയച്ചതുണ്ടാവും. അത് നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. ഇതൊരു ക്ലൂ ആണ്, ഇത് 3 പേർക്കുള്ള ക്ലൂ ആണ്. എൻ്റെ ചാറ്റ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിലുണ്ടാവും. പഴയ നമ്പറിന് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലുണ്ടാവും. ആദ്യമൊക്കെ എടുത്ത ക്ലാസ്സിൽ ഞാൻ അയച്ചു തന്നിട്ടുണ്ടാവില്ലേ PDF ഫയൽ അയച്ചു തന്നിട്ടില്ലേ, അതിലൊക്കെ ഉണ്ടാവും. ഇന്ന് വൈകുന്നേരം സമയം കൃത്യമായിട്ട് 6 മണിൻ്റെ ഉള്ളിൽ എനിക്ക് അതിനുള്ള ഉത്തരം വേണം. അവന്തിക എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല,
പക്ഷെ ബാക്കി 2 പേരും എനിക്ക് അയച്ചു തരണം എന്താണ് 2 മുതൽ 10 വരെയുള്ള ഡിവിസിബിലിറ്റി റൂൾ എന്നുള്ളത്. വീണ്ടും ഞാൻ സമയം തരാം. ഇനിയിപ്പോൾ ഒരു 7:15 ഇനി സമയമില്ല. ഇനി നോക്കിയിട്ട് ഇന്നിരുന്ന് നോക്കൂ. എല്ലാ ക്ലാസ്സിൻ്റെ പേപ്പറും എടുത്ത് നോക്കൂ കേട്ടാ. ഏതാണ്? 2-ൻ്റെത് 5-ൻ്റെ അല്ലാന്നോ? 5 നോ അങ്ങനെയൊന്നുമല്ല. നോക്കൂ, നിങ്ങൾക്ക് എഴുതി തന്നില്ല, എഴുതി വെച്ചിട്ടില്ലേ നിങ്ങൾ? അതൊക്കെ എടുത്ത് നോക്കൂ, നോക്കിയിട്ട് പറയൂ കേട്ടോ. ശരി, അപ്പോൾ എന്തായാലും മാമിന് നല്ല വിഷമമുണ്ട് ഈ കാര്യത്തിൽ. എത്രയോ തവണ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈവൻ നിങ്ങൾ ഈ കുറച്ച് ഒരു ഫ്രാക്ഷൻ്റെ ഫ്രാക്ഷനല്ല LCMൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ പോലും ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും 3-ൻ്റെ ഡിവിസിബിലിറ്റി റൂള് ഇതിൽ സക്സസ് ആവുന്നുണ്ട്, അത് കാരണം ഇത് 3 കൊണ്ട് ഡിവൈഡ് ആവാൻ പറ്റും. അപ്പോൾ ആ സക്സസ് ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു വേർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എന്താണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് നോക്കുക. അതാണ് 3-ൻ്റെ ഡിവിസിബിലിറ്റി റൂള്. 2-ൻ്റെ ഡിവിസിബിലിറ്റി റൂള് കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. നോക്കിയിട്ട് എനിക്ക് വൈകുന്നേരം വരെ പറയണം, വൈകുന്നേരത്തിനുള്ളിൽ പറയണം. ഞാൻ ഇപ്പോൾ പോവാം, എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. ശരി അപ്പോൾ.